മാധു രണ്ട് ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന് സിൻജോയുടെ കാര്യം, രണ്ട് ധീരജിന്റെ കാര്യം. സിൻജോയുടെ കാര്യം ഞാൻ ആദ്യം മറുപടി പറയും. സിൻജോ ജോൺസൺ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനും മെമ്പർഷിപ്പും ഉള്ള ആളാണെന്ന് ആർഷോ പറയുന്നു. നമ്മളുടെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ ആർഷോയ്ക്ക് അത് ബോധ്യമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന് സിൻജോ ജോൺസൺ എന്ന് പറഞ്ഞ കൊടും കുറ്റവാളി SFIയുടെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെ ഒപ്പം സിദ്ധാർത്ഥനെ കൊന്ന കേസിലെ പ്രതിയാണ് എന്ന് പറയണം. നിങ്ങൾ ആ രേഖകൾ പുറത്തുവിടണം. ഞങ്ങൾക്ക് അത് ബോധ്യമില്ല. അങ്ങനെയാണെങ്കിൽ ആ നിമിഷം പുറത്താക്കുക മാത്രമല്ല, സിൻജോ ജോൺസൺ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇനി വരാത്ത രീതിയിൽ തുറുങ്കിലടക്കണമെന്ന് കൂടി യൂത്ത് കോൺഗ്രസ് പറയും. സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. പിന്നെ മടക്കി കുത്തഴിച്ചിടാത്തത് ബഹുമാനക്കുറവുകൊണ്ടല്ല, മുണ്ടിന്റെ മൂട് കീറിയിരിക്കുക. നിങ്ങളത് പറയോ? ഞങ്ങളത് പറയും. ഇനി നിങ്ങൾ MSF കാരനായിട്ടുള്ള ഒരു കുട്ടി അവിടെ അഭിപ്രായം പറഞ്ഞു എന്ന്, ആ കുട്ടി അവിടെ MSF പ്രവർത്തകനല്ല എന്ന് MSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുണ്ട്. എന്താ ഉറക്കം വരുന്നു? കുറ്റം ചെയ്തവർ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അവർക്കെതിരെ SFIക്ക് എന്താ സമരമില്ലാത്തത്? SFI സംസ്ഥാന കമ്മിറ്റിക്ക് എന്താ സമരമില്ലാത്തത്? അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ താങ്കൾ പറഞ്ഞു അക്രമികളെ ഞങ്ങൾ കൈകാര്യം ചെയ്തു പുറത്താക്കിയെന്ന്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. നിങ്ങളുടെ പാർട്ടിയിലെ അക്രമികളെയാണ് ആദ്യം പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് ആർഷോയെ തന്നെയാ. ആർഷോ പിടികിട്ടാ പുള്ളിയാണ്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ ആരെങ്കിലും ഈ നികുതി പണം മേടിക്കുന്ന മാധു, ഞാൻ അപമാനമല്ല നടത്തിയേ. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് സമരം ചെയ്തതിന്റെ പേരിൽ കേസുള്ളത് അഭിമാനമാണ്. അങ്ങനെ സമരം ചെയ്തതിന്റെ പേരിൽ കേസുള്ള SFIക്കാരനും അത് അഭിമാനമാണ്. കൂടെ പഠിച്ച സഹപ്രവർത്തകന്റെ സഹപാഠിയെ വിളിച്ചുകൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി ഹോസ്റ്റലിൽ കെട്ടിയിട്ട് കൊല്ലാൻ നോക്കുന്നത്, ആ കേസിന്റെ പേരിൽ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവും അഭിമാനിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ കൂടെ ഇരിക്കുന്ന പാനലിൽ ഇരിക്കുന്ന ആളുകളെ മുഴുവൻ അങ്ങ് ഓശാന പാടണമെന്ന് മാധു വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഈ പാനലിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊന്നും പറയാതെ പോകണമെന്ന് പറയല്ലേ. ഇവിടെ SFIയിൽ നിന്ന് ക്രിമിനലുകളെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആദ്യം പുറത്താക്കപ്പെടേണ്ട ആൾ ഇദ്ദേഹം തന്നെയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.